ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രേണു സുധിനെ ചവിട്ടി പുറത്താക്കാമെന്ന് ആരും അങ്ങനെ കരുതിയിട്ട് അവിടെ വലിയ 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 പ്ലാനിങ്ങുകളൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല മക്കളെ. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും രേണുസുതിയെ തക്കം കിട്ടിയാൽ പ്രവോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചിലരൊക്കെ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നല്ലൊരു രേണുസുതിനെ ഇഷ്ടപ്പെടാത്ത ഓഡിയൻസിലേക്ക് ഇവരെത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. രേണുസുതിയെ നിങ്ങൾക്ക് അവിടെ തകർക്കാൻ കഴിയൂല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയ ഒരു പൂരം കഴിഞ്ഞാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ പൂരത്തിന് അത്ര വരുമോ എനിക്ക് ഒന്നും അവിടെ അറിയില്ല. ഇവിടെ തന്നെ പുള്ളിക്കാരത്തി വാക്കുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് രണ്ടരട്ടി പറയാനുള്ള ആംബിയറോട് കൂടി തന്നെയാണ് ആ കരുത്തും കാര്യങ്ങളും ഇന്നലെ നമ്മൾ കണ്ടതുമാണ്. ഇന്നലെ 2-3 പേര് വന്ന് ചൊറിഞ്ഞപ്പോൾ കയറി മാന്തി കൊടുത്തിട്ടുണ്ട് രേണുസുതി. കൃത്യമായിട്ട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിടാതെ ഹൈ എനർജിയോട് കൂടിയിട്ട്. പിന്നെ എന്താ പറയുക നിങ്ങളോട്, അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിലേക്കാണ് പോകുന്നത്. പിന്നെ രേണുവിൻ്റെ ഗെയിമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിം ചിലപ്പോൾ രേണുവിൻ്റെ മനസ്സിലുണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. കാരണം എല്ലാവരും പൊട്ടന്മാരല്ലല്ലോ. എന്തായാലും രേണുസുതിക്ക് ഒരു ഐഡിയാസ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ടാസ്ക് എല്ലാ കാര്യങ്ങളിലും രേണുസുതി മുന്നിട്ടിറങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ കളിച്ച് കഴിഞ്ഞാൽ 100% അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരു എനിക്ക് തോന്നുന്നത് 50-50 പകുതി ആളുകൾ രേണുസുദിനെ സ്നേഹിക്കുന്നവരുണ്ട്, പകുതി ആളുകൾ രേണുസുദിനെ അവിടെ നിന്ന് തകർത്ത് ഏറി പുറത്തേക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അപ്പം എന്തായാലും ഇവർക്കിടയിൽ നിൽക്കുന്ന രേണുസുതി ബിഗ് ബോസിൽ നേരിട്ട് മുന്നോട്ട് പോവുമോ, ജൈത്രയാത്ര തുടരുമോ, അതോ പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്ന പുറത്തേക്ക് വരുമോ എന്നൊന്നും നമുക്ക് പറയാനാവില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബിഗ് ബോസ് വീടിനുള്ളിൽ രേണുസുതി ഭയക്കേണ്ട കുറേ കണ്ടസ്റ്റൻറ്റുകളുണ്ട്. രേണുസുതിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞാനത് ഇന്നലെ ലൈവിൽ ഞാൻ പറയുന്നതും കേട്ടു. ഞങ്ങൾ എന്തെങ്കിലും രേണുസുതിയെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു സ്പോർട്സ് സ്പിരിറ്റ് മാത്രം എടുക്കുക. അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ വിടണം എന്നാണ് പറയുന്നത്. പക്ഷേ എന്താവോ എന്തോ ഒക്കെ അറിയില്ല. ശരിക്കും ഇവരെന്നെ സിമ്പിളായിട്ടാണ് കാണുന്നത്. ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ ഒരു ഗെയിമായിട്ടാണ് രേണുസുതിയെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ അഭിശ്രീ, അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കണ്ടസ്റ്റൻറ്റുകൾ ഉണ്ടല്ലോ അവിടെ, അവരൊക്കെ തീർച്ചയായിട്ടും രേണുവിന് എതിരായിട്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ, അപ്പാനി ശരത്ത് മോശം എന്ന് ഞാൻ പറയുന്നില്ല, അഭിശ്രീ മോശം എന്ന് പറയുന്നില്ല. അവരൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഇതിലേക്ക് പറ്റിയ മെറ്റീരിയലാണ്. അപ്പോൾ ബാക്കി ഇനി രേണുസുതിയുടെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകാം ഇവരൊക്കെ കവർ ചെയ്തിട്ട്. രേണുസുതിൻ്റെ അടുത്താണ് ഇനി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും. കാരണം ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരും രേണുസുതിയാണ്.